ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പറഞ്ഞ് പറഞ്ഞ് നമ്മളെ നോമ്പ് ഇവിടെ തീരാനായില്ലേ? തീർന്നു തന്നെ പറയാം. അത്രയും ഫാസ്റ്റാണ് ഇപ്രാവശ്യത്തെ നോമ്പ്ന്ന് പറയുന്നത്. വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നണ് അല്ലേ? ഇതുവരെ ഇല്ലാത്തൊരു അത്രയും തിരക്കിലാണ് ഇപ്രാവശ്യത്തെ ഒരു നോമ്പ് കഴിഞ്ഞു പോയത്. അപ്പം ഇന്ന് ഞാൻ വന്നത് വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഒരു പാർട്ടിയാണ്. അപ്പോൾ അസ്ലങ്ങാൻ്റെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് റെസിപ്പികൾ നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടും. എല്ലാ റെസിപ്പികളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഫസ്റ്റ് തന്നെ ഞാൻ എന്തൊക്കെ ആദ്യം ചെയ്ത് വെക്കണം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഉച്ചക്ക് തുടങ്ങിയ പണിയാണ്. ളുഹറിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറച്ചധികം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി തോലൊക്കെ പോക്കി വെച്ചാണ്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് അതെടുത്ത് വെച്ചാണ്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് വെച്ചാണ്. പിന്നെ വേണ്ടത് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തി മീൻസ് മുട്ട ചമ്മന്തി ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത് ഇലകൾ കുറച്ച് തോനെ ഇലകൾ ഞാൻ അരിഞ്ഞ് വെച്ചാണ് കേട്ടോ. മല്ലിച്ചപ്പ്, പുതിന, അറബിക് ലീഫ് എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് അതേപോലെ തന്നെ മൊസറല്ല ചീസ് ഇതൊക്കെ എടുത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നത് അലീസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് അലീസ ഉണ്ടാക്കുന്നുണ്ട്. 1 കപ്പ് ഗോതമ്പാണ്. ഞാൻ തലേന്ന് തന്നെ കുതിർത്തി വെച്ചതാണ്. നന്നായിട്ട് കുതിരാൻ കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ കുതിർത്തി വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പൈസസ് വേണം. ഒരു 2 പീസ് ഒരു ചെറിയ 2 പീസ് പട്ട അതുപോലെ തന്നെ 2, 3 ഏലക്കായ്, ഒരു 2 ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ മതി ട്ടോ. ഈ സ്പൈസസും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി ഒരു പീസ് ഞാൻ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്തത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വേണം. ഞാനിത് 1 മണിക്കൂർ നേരം കുക്കറിൽ വേവിക്കാനുള്ളതാണ്. അപ്പം വെള്ളം വറ്റി പോകാൻ പാടില്ല. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കുക്കറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്താണ്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ട്ടോ. നെയ്യ് ചേർക്കണമെന്ന് വെച്ചാൽ ടേസ്റ്റിന് മാത്രമല്ല, ഇത് പൊന്തി പുറത്തേക്ക് അധികം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യും കൂടെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ മൂടിയിട്ട് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം വേവിക്കുക കേട്ടോ, ചെറിയ തീയിൽ. അപ്പം അങ്ങനെ 1 മണിക്കൂർ നേരം വേവിച്ചെടുത്തിട്ടുള്ള അലീസാണിത്. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലാണുള്ളത്. ഇതിന് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കനും ഈ ഒരു ഗോതമ്പെല്ലാം കൂടെ അപ്പം അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ കൃഷി ചെയ്യണ സമയത്ത് മാക്സിമം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. ഞാൻ മാക്സിമം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് മതി. ഇപ്പോൾ ഇതിനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടോ അല്ലാണ്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക പഞ്ചസാര ചേർക്കാണ്ടോ കഴിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കണില്ല. വെറും ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചാണ് ഇട്ടത്. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ മതി ട്ടോ. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രമാണ് ഇതിലേക്ക് നെയ്യും അതേപോലെ തന്നെ പൊരിച്ച ഉള്ളി, അണ്ടി, മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ട്ടോ. ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല. ഇങ്ങനെ തന്നെ മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രം വെച്ചാണ് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇടുക. നല്ല ജീരകം ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അയമോദകം അജ്വൈൻ ട്ടോ. അതും ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം 2 മീഡിയം സൈസുള്ള ഉള്ളിയും ഒരു 3, 4 പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരുപാടിട്ട് വഴറ്റണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇതെന്ന് വെച്ചാൽ നമ്മൾ വരുന്നതിൽ ഒരാൾ പറഞ്ഞ പോലെ വെജിറ്റബിൾസിന് കുറച്ച് കൂടുതൽ ഇത് കൊടുക്കുന്ന ആളാണ്. മീറ്റ് കഴിക്കൂല. അപ്പോൾ അത് അതിനോണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വെജിറ്റബിൾ സമൂസ ആക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ട്ടോ. ഒരു വലിയ സൈസുള്ള ഒരു ക്യാരറ്റാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും. ഇത് ഓൾറെഡി കുക്കായിട്ട് വരുന്ന ഗ്രീൻ പീസാണ്. അതുകൊണ്ട് ഇത് പിന്നെ പ്രത്യേകിച്ച് വേറെ വേവിക്കേണ്ടില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നല്ലോണം പൊതിർത്തിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വേവിക്കേണ്ടില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ എല്ലാം കൂടെ. അതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടാനുള്ള ഉരുളക്കിഴങ്ങിനോട് കൂടെ കൂടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അതിലൊന്ന് ഉപ്പ് പിടിക്കുന്ന വരെ 1, 2 മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി ഇവിടെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ സമയത്ത് തന്നെ ഇവിടെ ഈ ഇത് ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഉള്ളി അരിഞ്ഞത് ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബിരിയാണിക്കുള്ളതാണ്, ചിക്കൻ ബിരിയാണി. പിന്നെ അതുപോലെ തന്നെ അൽസ നമ്മളപ്പുറത്തുണ്ട്. അപ്പോൾ ദാ ഇതൊന്ന് വാടി വന്നതിന് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഉരുളക്കിഴങ്ങില്ലേ അതൊന്ന് ഉടച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഒരു 3, 4 ചെറുത് ഉരുളക്കിഴങ്ങാണ് ഞാനെടുത്തത്. 4, 5 എറ്റെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ഓർമ്മയില്ല. ചെറിയ പീസ് ട്ടോ. ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എത്രണ്ണാ എടുത്തതെന്നുള്ളത്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ആ ഒരു ഉപ്പൊക്കെ അടിയത്തെ മസാലയിലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി വേവിച്ച് ഉടച്ച് വെച്ചതായതുകൊണ്ട് തന്നെ ഉപ്പ് പിടിക്കാനൊന്നും പണിയില്ല. ജസ്റ്റ് നമ്മൾ മറ്റേ മസാലയിൽ ഉണ്ടായാൽ മതി. അപ്പോഴത്തേക്കന്നെ ഇതിലേക്കങ്ങ് പിടിച്ചോളും. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങും ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ട്ടോ. കറക്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിൽ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. തീ ചെറിയ സിമ്മിലാക്കി വെക്കണേ. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയത് ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതാണ് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ. ഇത് കടകളിൽ കിട്ടുന്ന സാധനമാണ്. നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഡിഷിലൊക്കെ ചേർക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കസൂരി മെത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ചാട്ട് മസാല ആണ് ട്ടോ. അതും കുറച്ച് വേണം. ചാട്ട് മസാല ഇതേപോലെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് ട്ടോ. ചാട്ട് മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്താണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് മൊരിയിച്ചെടുക്കട്ടെ ചെറിയ തീയിൽ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ജീരകമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ആ സമയത്ത് മസാലകൾ ചേർക്കട്ടോ. അതിൻ്റെ ശേഷം ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വാട്ടിയെടുക്കുക. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ആ എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരുപാട് നേരം ഇട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ഈ മസാലപ്പൊടികളുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് പോയി വരും. കാരണം ഒരുപാട് നേരം ഉള്ളി ഇതൊക്കെ വാട്ടി ഇതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം പൊടികൾ ചിലപ്പോൾ അങ്ങ് പിന്നെ കരിഞ്ഞു പോകാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു മസാലയും ഈ നമ്മളിപ്പം പൊടിച്ച പൊടികളില്ലേ, ചേർത്ത പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പൊടികളൊന്നും ഇതിൽ മിക്സ് ചെയ്യാൻ ഒരു ചെറിയൊരു ടാസ്ക്കാണ്. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. വേറെ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാ മസാലയും എല്ലാം യോജിച്ച് വന്ന്. ഇതിനിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതാ ഞാൻ ആ ഒരു മസാല വെച്ചിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കുകയാണ്. നമ്മൾ റെഡിമെയ്ഡ് ഷീറ്റാണ് ഇട്ടത്. അത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് കൊട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ ഒന്നും ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബീഫ് കഴിക്കാത്ത ഒരാൾ കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് അതൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം വെജിറ്റബിൾ സമൂസയാണ് പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അസ്ലങ്ക പറഞ്ഞതാണ്. വെജിറ്റബിൾ സമൂസയും അതേപോലെ തന്നെ ചീസ് സമൂസയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇന്ന് 2 തരം സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെജിറ്റബിൾ സമൂസയാണ്, ഒന്ന് അറബിക് ചീസി സമൂസയാണ്. അപ്പോൾ അതാ വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പൊടി ഒന്ന് പശ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടി പശ തേച്ചിട്ട് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാനിപ്പം റമദാനായിട്ട് തന്നെ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു സമൂസൻ്റെ ഫോൾഡിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ആ ഒരു മസാല കഴിയുന്ന വരെ മൊത്തത്തിലൊന്ന് കോട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീസറിൽ വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊത്തം ഒന്ന് പൊരിക്കാനുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അറബിക് ചീസി സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1½ കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചീസി സമൂസ കാണിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഫെത്ത ചീസും കൂടെ വേണം. ഇല്ല എൻ്റെ കയ്യിലില്ല എന്നുള്ള അതാണ് ഇട്ടത്. അപ്പോൾ ഫെത്ത ചീസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ സാലഡ്സിലും അതേപോലെ തന്നെ സമൂസക്ക് സ്നാക്സിലൊക്കെ ഉപയോഗിക്കാനുള്ള സ്പെഷ്യൽ ചീസാണ് ഇട്ടത്. ഫെത്ത ചീസ് എന്ന് പറയുന്നത് വെറുതെ കഴിക്കാൻ വേണ്ടി പറ്റും. സാലഡ്സിലൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന സാധനമാണ്. അതുപോലെ സാൻഡ്വിച്ചിലും കഴിക്കാം. പക്ഷേ അത് കുറച്ചൊരു സോൾട്ടി ആയിരിക്കും കേട്ടോ. ലോ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ കുറച്ച് വാങ്ങിക്കാം. ഏത് വാങ്ങിയാലും കുറച്ച് ഉപ്പാണ്. കുറച്ച് ഉപ്പ് രസം കൂടുതലുള്ള ഒരു ചീസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് നമ്മളിത് മാത്രമായിട്ട് ഇടുന്ന സമയത്ത് സമൂസ ചിലപ്പോൾ നമുക്ക് വല്ലാണ്ട് ഉപ്പ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മൊസറല്ല ചീസും കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പാക്കറ്റിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അറബിക് ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ലീഫ് എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പാസ്ലി ലീഫ് ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ ലീഫോ എന്തെങ്കിലും എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ട്ടോ. ഇതും ഇനി നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഷീറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതിൽ പിന്നെ വേറെ എക്സ്ട്രാ നമ്മൾ പൊടികളോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും തന്നെ ചേർക്കൂല ട്ടോ. ഇത് മാത്രമായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതാ ചീസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. എല്ലായിടത്തും കിട്ടുന്ന സാധനം തന്നെയാണ്. പിന്നെ ഞാനിന്ന് കാണിച്ച സമൂസ വെജിറ്റബിൾ സമൂസ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സമൂസയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മളെ സാധാരണ ഒരു സ്റ്റൈലിലുള്ള വെജിറ്റബിൾ സമൂസ അല്ല. അതൊരു നോർത്ത് ഇന്ത്യൻ മസാലകൾ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് വെജിറ്റബിൾ സമൂസയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 2, 3 ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ വെജിറ്റബിൾ സമൂസ കാണിക്കുമോ എന്നുള്ളത്. പക്ഷേ സോറി കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം തിരക്കും ഈ ഒരു നോമ്പിൻ്റെ പണിയും ഞങ്ങളെ വീട് മാറലും എല്ലാം കൂടെ ആയിട്ട് ബിസി ആയി പോയതുകൊണ്ടാണ്. സോറി. അപ്പോൾ ഈ ഒരു സമൂസ കണ്ടിട്ട് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും വെജിറ്റബിൾ സമൂസ ആണ്.
അപ്പോൾ ദാ ചീസി സമൂസ ഫസ്റ്റത്തെ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ആ ഒരു ചീസിൽ കംപ്ലീറ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. ഇത് ഇനി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറയുന്നത് മുട്ട ചമ്മന്തി ബജ്ജി ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു മല്ലിച്ചപ്പ്, പുതിന, ഒരു ഗാർലിക്, ഒരു കുറച്ച് ഉള്ളി, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. മല്ലിയും പുതിനയും അധികമായി പോകാൻ പാടില്ല. കുറഞ്ഞതേ ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. ഇത് കുറച്ചധികമാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ചമ്മന്തി ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ അരച്ചത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ ഇനി 2 ആയിട്ട് മുറിച്ചതിന് ശേഷം മുട്ടൻ്റെ ഉണ്ണി വേറെ, വെള്ള വേറെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഭയങ്കര ഹാർഡായിട്ട് ബോയിൽ ചെയ്ത മുട്ട അല്ല കേട്ടോ. ഒരു 3/4 ഭാഗത്തോളമേ വേവിച്ചിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പുഴുങ്ങിയെടുക്കുന്ന മുട്ട ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല. ഒന്നാമത് എനിക്കിഷ്ടമല്ല. പിന്നെ ആർക്കും തന്നെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കുറച്ച് ഒരു വേവ് കുറവിലാണ് നമ്മൾ എടുക്കലേ. അപ്പോൾ ദാ എല്ലാ മുട്ടൻ്റെ ഉണ്ണിയും വെള്ളയും ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചമ്മന്തി ഇല്ലേ, ഈ ചമ്മന്തിയിലേക്ക് അതിൻ്റെ ഉണ്ണിയില്ലേ, മുട്ടൻ്റെ ഉണ്ണി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞക്കരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം അവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഈ മുട്ടൻ്റെ മഞ്ഞയും ഈ ഒരു ചമ്മന്തിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മഞ്ഞ ഇതിൽ ഫുള്ളായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ ദാ മുട്ട ചമ്മന്തി റെഡിയായിന്. മഞ്ഞ ഇപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു 6 മുട്ടയിലേക്കുള്ള കറക്റ്റ് അളവാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഓരോ മുട്ടൻ്റെ വെള്ള ഭാഗം എടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ചെടുത്തിട്ട് ആ ഒരു ഉണ്ണി എടുത്ത സ്ഥലമില്ലേ, അവിടെ ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതിയാവും കേട്ടോ. കുറച്ച് വെച്ചിട്ട് അവിടെ ആ പകുതി ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ചും കൂടെ അതിൻ്റെ മേലെ വെച്ചിട്ട് മുട്ടൻ്റെ അതേ ഷേപ്പിൽ, ഇതിപ്പോൾ ഒരു ഹാഫ് അല്ല ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഹാഫും കൂടെ വേണം. അപ്പോൾ അത് കുറച്ചും കൂടെ വെച്ചിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ഓവൽ ഷേപ്പിലേക്ക് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു മുട്ടൻ്റെ അതേ ഷേപ്പിൽ ഓവൽ ഷേപ്പിലായിട്ട് വന്നോളും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരു മുട്ടൻ്റെ അതേ ഷേപ്പിൽ. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് വേണ്ടത്. ആ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ വേണം. അപ്പോൾ ആ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാൻ പാത്രം എടുത്ത് വെച്ചാണ്. അതിലേക്ക് കുറച്ച് മൈദയാണ് ആദ്യം എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ ഈ പൊടിൻ്റെ അളവ്. ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി. നമ്മൾ പൊടിച്ച് വറുത്ത് വരുന്ന പത്തിരിപ്പൊടി കേട്ടോ, പച്ചരിപ്പൊടി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ, ലേശം മതി മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് കായപ്പൊടി ട്ടോ. ഒരു നുള്ള് മതി. ഒന്ന് ഇതാക്കിയാൽ മതി. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കട്ടിയിലൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. കട്ടയില്ലാണ്ട്. അപ്പോൾ ഭയങ്കര കട്ടിയല്ല. എന്നാലും നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു കട്ടിയിൽ മാവാക്കിയെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ മാവ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അല്ലാണ്ടെങ്കിൽ ലൂസായി പോയാൽ എണ്ണയിലിടുന്ന സമയത്ത് മുട്ട ആയതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിലെടുത്തത്. ഇനിയിപ്പോൾ അതാ ഓരോ മുട്ടയും നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് മുട്ട എണ്ണയൊന്ന് പൊട്ടിത്തെറിക്കാണ്ട് നല്ല രീതിയിൽ കിട്ടും ട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി കട്ടിയാക്കിയത്. നിങ്ങൾക്ക് നേരിയതാക്കിയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ വല്ലാണ്ട് കട്ടിയല്ല, കുറച്ചൊരു കട്ടിയെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഒരു 5 എണ്ണം വെച്ചിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ ഒരുപാട് കുക്ക് ആവാനൊന്നുമില്ല. മുട്ടയാണ് ഓൾറെഡി വെന്ത മുട്ടയാണ്. അതേപോലെ തന്നെ ചമ്മന്തി അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. അപ്പോൾ പുറമേയുള്ള ഈ ഒരു മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ട്ടോ. ഒരുപാടിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയതിന് ശേഷം ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്താണ്. എന്നിട്ട് 2 സൈഡും ഒന്ന് റെഡി ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കടലപ്പൊടി മാത്രം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിന്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഒരു 4ാമത്തെ സ്നാക്ക് എന്ന് പറയുന്ന ഒരു പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒരു പപ്സാണ് ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള. അപ്പോൾ ഒരു 4 കപ്പ് പാൽ ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട് കസ്റ്റാർഡ് പപ്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം. 4 കപ്പ് പാലായതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ഇത് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയില്ലാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
അത് വെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പാലിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ പാലിലേക്ക് ഇനിയിപ്പോൾ മധുരം ചേർത്ത് കൊടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പഞ്ചസാരയാണ് ചേർക്കണമെങ്കിൽ 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് അങ്ങനെ അളവില്ല കേട്ടോ. ഈ മിൽക്ക് മെയ്ഡിനും അളവില്ല. എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ഇല്ലേ, കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് ചേർക്കുന്ന സമയത്ത് തന്നെ അത് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. കാരണം അത് കട്ടിയിലാണ് വരിക. 4 ടേബിൾ സ്പൂൺ നിറച്ച് നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്താണ്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമുക്ക് കസ്റ്റാർഡ് വേണ്ടിയത്. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല കട്ടിയായി വന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് നല്ല കട്ടിയായി വന്നിണ്. ഒരു 1, 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് കസ്റ്റാർഡ് പൗഡർ നല്ല വെന്ത് വരിക കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ച ചൊയ ഉണ്ടാവും. ഒന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടറാണ്. ആ ബട്ടറും കൂടെ ചേർത്തിട്ട് ആ ഒരു ചൂട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് മെൽറ്റായിട്ട് വന്നോളും. ആ ബട്ടർ ഒന്ന് ഉരുകണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് നല്ല മിക്സായി വന്നാണ് നമ്മളെ കസ്റ്റാർഡ് ഇവിടെ റെഡിയായി. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് പഫ് പേസ്ട്രീൻ്റെ ഷീറ്റ് എടുക്കുക. അപ്പോൾ ദാ ഷീറ്റ് ഇവിടെ ഞാൻ റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തത്. അപ്പോൾ ദാ ഓരോ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. നന്നായിട്ട് തണുപ്പ് പോണതിൻ്റെ ശേഷമാണ് ചെയ്യേണ്ടത്. എന്നിട്ട് 4 ഭാഗവും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് കട്ട് ചെയ്യണ്ട. ഏതെങ്കിലും 2 ഭാഗം മാത്രം കൂട്ടി കട്ട് ചെയ്യുക. ഒരു 2 ഭാഗം അത് മുറിഞ്ഞു പോവാണ്ടും കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇങ്ങനെ. 2 ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. സൈഡ് തെമ്പാടെ വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് മുറിച്ച ഭാഗം മാത്രം ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടി കിട്ടണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ. ഇതിപ്പോൾ കുറച്ചധികം പുറത്ത് വെച്ചിട്ട് സമയമായിപ്പോയി. അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ വരാത്തത്. ഇനിയിപ്പോൾ നമ്മൾ ചൂടാറിയിട്ടുള്ള കസ്റ്റർഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ വെച്ചോട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1, 1/2 ടേബിൾ സ്പൂണൊക്കെ പോവും ഒരു പപ്സിൽ. അപ്പോൾ അത് നന്നായിട്ട് കസ്റ്റർഡ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഇതിലിടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ് കേട്ടോ. എന്നിട്ട് ഇതാ കസ്റ്റർഡ് വെച്ചതിന് ശേഷം 2 ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് 2, 3 പീസ് സ്ട്രോബെറിയും കൂടെ വെച്ച് കൊടുക്കുക മേലെ. ഏത് ഫ്രൂട്ടിനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സ്ട്രോബെറി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി ഇതൊക്കെയാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ മൊത്തത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ബേക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ 2 ട്രയലാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചത്. 210 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഞാനിതിവിടെ ബേക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ അടുത്തത് ചിക്കൻ ബിരിയാണി. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, അതൊന്ന് വാടി വന്നതാണ്. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം 2 വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി എന്ന് കണ്ടപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ചതക്കി വെച്ചിട്ടുള്ള ഒരു 10 പച്ചമുളക് ഉണ്ടാവും കേട്ടോ. അത്രയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ. ഒരു 6 വലിയ തക്കാളിയാണ് എടുത്തത്. ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അസ്ലങ്ങൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന CJക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യണം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആൽമണ്ടിന് പകരം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കസ്കസോ എന്ത് വേണമെങ്കിലും ചേർക്കട്ടോ. ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ബിരിയാണി തന്നെ ആക്കണം എന്ന് അസ്ലങ്ക പറഞ്ഞതാണ്. കാരണം അവർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നെ ബീഫ് ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കൂട്ടത്തിൽ വരുന്ന ഒരാൾ ബീഫ് കഴിക്കില്ല. അതുകൊണ്ടാണ് ബീഫ് ഇന്ന് ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഞാൻ ഈ ഒരു ഉള്ളി മസാലയൊക്കെ ചേർത്ത് അതിന് ശേഷം 2ഉം കൂടി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചിക്കനിലും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് നോമ്പുള്ള സമയത്ത് ഏകദേശം ഒരു അളവൊക്കെ എടുക്കൽ കേട്ടോ. നമ്മൾ ആദ്യം ഇതിലേക്ക് എത്ര ഉപ്പ് വേണം, അടുത്തതിലേക്ക് എത്ര ഉപ്പ് വേണം, നിങ്ങൾ അങ്ങനെ നമ്മളൊരു മനസ്സിലൊരു കണക്ക് കൂട്ടിയാൽ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഒരു ഉള്ളി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണും അതിന് ശേഷം 2 ടീസ്പൂൺ ചിക്കനിലേക്കും ചേർത്ത്. പിന്നെ അത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അതും കൂടെ ചേർത്ത് പിന്നെ അത് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന. ആ മല്ലിച്ചപ്പ്, പുതിന 2 കിലോ ആണ് ഞാൻ ചിക്കൻ എടുത്തത് കേട്ടോ. 2 കിലോ അരിയാണ് എടുക്കുന്നത്. ആ ഒരു അളവിലേക്കുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 10, 15 മിനിറ്റ് ടൈം എന്തായാലും എടുക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൂടി വെക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ അടുത്തത് ചോറുണ്ടാക്കാനുണ്ട്. ഞാൻ ഉള്ളി പൊരിച്ച എണ്ണയാണത്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിണ്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് എല്ലാം കുറച്ച് മതി ട്ടോ. 2, 3 പീസ് മതി. പട്ടയും, ഗ്രാമ്പൂ, ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചിട്ടുള്ള എണ്ണയും നെയ്യും കൂടാണ് ഇട്ടത്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വാടിയതിന് ശേഷം അതിലേക്ക് 2 കിലോ കയമരി, നമ്മളെ ജീരകശാല അരിയാണ് കഴുകിയത് ട്ടോ. സോക്ക് ചെയ്തതല്ല, കഴുകിയിട്ടെടുത്തത്. അതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വറുത്തതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണിത്. അപ്പോൾ ഞാൻ ഡബിൾ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഡബിൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കണം ട്ടോ. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീരും കൂടാണ് ചേർക്കേണ്ടത്. ഒരു 2 ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ ഉപ്പും. ഒരു 4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം റെഡി ആയിരിക്കും ട്ടോ. 4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നല്ല തിള വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ മൂടി വെക്കുക. എന്നിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറായി കിട്ടും. ഇപ്പോൾ അതാ ചോറും മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മസാല ഒന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദം ഇട്ട് കൊടുക്കാണ് കേട്ടോ. ചോറ് ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടി, മുന്തിരി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അണ്ടി മുന്തിരി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ തന്നെ പുതിന കേട്ടോ. ആദ്യം ഇട്ടത് പുതിനയാണ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് ബിരിയാണി മസാലേൻ്റെ പൗഡർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. അതും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ വേണ്ടി റോസ് വാട്ടറിൽ കുറച്ച് സാഫ്രോൺ പൊടി ഞാൻ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുക. ഇതേ സെയിം മെത്തേഡ് തന്നെ ഇനിയിപ്പോൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് ചെയ്യട്ടെ. ഈ സെയിം പ്രോസസ്സ് തന്നെ രണ്ടാമത്തെ ലെയറും ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ സിമ്മിൽ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതാ ഒന്ന് നോമ്പ് തുറക്കാനുള്ള ടൈമായി. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമൂസ പൊരിച്ചെടുക്കട്ടോ. ആദ്യം ഞാൻ വെജിറ്റബിൾ സമൂസയാണ് പൊരിച്ചെടുക്കുന്നത്. ചെറിയ മീഡിയം തീയിലാണ് ഞാൻ പൊരിച്ചെടുക്കൽ. ഒരുപാട് തീ കൂട്ടി വെക്കലില്ല. ചെറിയ തീയിലാണ് ഞാൻ സമൂസ പൊരിച്ചെടുക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് വരുന്നതുകൊണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആദ്യത്തെ ഭാഗം ഒന്ന് റെഡി ആയിന്നുണ്ടപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗം ഒന്ന് റെഡി ആയാലും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സമൂസ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ. നമ്മളെന്നും ചിക്കനും ബീഫൊക്കെ കഴിക്കുന്നതിൽ ഒരു വ്യത്യാസമാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചീസ് വെച്ചിട്ടുള്ള സമൂസ കേട്ടോ. അതും ഇട്ട് കൊടുക്കുക. 2 തരം സമൂസ ഉണ്ട്. അപ്പം പിന്നെ ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പോൾ ചിക്കൻ്റെതോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഒക്കെ സമൂസ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെയല്ല കാണുക. കാണാനും എല്ലാം സെയിം ആയിരിക്കില്ല. അപ്പോൾ മാറിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ബീഫിൻ്റെ ചിക്കൻ്റെ ഒന്നും സമൂസ തീരെ ഉണ്ടാക്കാഞ്ഞത് കേട്ടോ. അവർക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊരു ഭാഗം ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചീസിൻ്റെ സമൂസ ചെയ്യുന്ന സമയത്ത് ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടിപ്പല്ല, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എല്ലാ 3 ഭാഗവും നല്ലോണം പിന്നെ എന്താ പറയുക ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യണം. അതേപോലെ തന്നെ അഥവാ ഇനി ഇൻ കേസ് അത് ഹോളായിട്ടിട്ടും തോന്നുന്നുണ്ടെങ്കിൽ മൈദൻ്റെ പൊടിയിൽ വെച്ചിട്ട് ഒന്ന് ഹോളൊക്കെ അടച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ചീസ് മെൽറ്റായിട്ട് എണ്ണയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. ബാക്കിയുള്ള സമൂസ പോലെയല്ല ചീസി സമൂസ. അപ്പോൾ ആ ചീസിൻ്റെ സമൂസ ഇവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റാണ്. ഇത് പിന്നെ ഞാൻ കാണിക്കേണ്ടിയില്ലല്ലോ. ഞാൻ പിന്നെ ഓൾറെഡി ബീഫിൻ്റെ സമൂസ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഇതിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന് പകരം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ അടിച്ചത് മക്കളും അസ്ലങ്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ ഒരേ സമയത്ത് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ക്യാമറ എല്ലാ ഭാഗത്തേക്കും ഓടി കളിക്കാൻ നമുക്ക് കഴിയൂല. വേറെ ആളില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വത്തക്കൻ്റെ ജ്യൂസാണ് അടിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റൂഅഫ്സ കലക്കിയിട്ടുമുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയ എല്ലാ സാധനവും. അതുപോലെ തന്നെ നിങ്ങൾ പപ്സ് ബേക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതാ ബേക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൊണ്ടുപോയി വെച്ചതാണ് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് പപ്സ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അങ്ങനെ മധുരത്തിൽ ഉണ്ടാക്കി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാവരും ഇരുന്നിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ തുടങ്ങി ട്ടോ. ഇനി ഇതിന് ശേഷം നമ്മൾ നിസ്കാരത്തിന് ശേഷമാണ് ഇനിയിപ്പോൾ മെയിൻ ഫുഡ്. അപ്പോൾ അതാ നമ്മൾ അലിസ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഉരുക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല നെയ്യ്, പശു നെയ്യാണ്. അത് ഉരുക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഉള്ളി, അണ്ടി, മുന്തിരി ഇത്രയും സാധനങ്ങൾ നമ്മൾ നെയ്യിൽ പൊരിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ബിരിയാണിക്ക് പൊരിക്കുന്ന സമയത്ത് കുറച്ചധികം പൊരിച്ച് വെച്ചതാണ്. എന്നിട്ട് അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം. എല്ലാം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ പഞ്ചസാര ചേർത്തിട്ടും കഴിക്കാം. ഇപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണി തന്നെ വിളമ്പണത് പിന്നെ എടുത്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതുകൊണ്ട് കേട്ടോ. ബിരിയാണി മത്സ്യമാണ് ഇന്നത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്. വിട്ടുപോയെന്നല്ല, അതും കൂടെ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈം
കുറച്ചൊന്ന് കുറവായിപ്പോയി. അപ്പം ഞാനല്ല ഉണ്ടാക്കിയത്. പിന്നെ അസ്ലങ്ക ഫ്രൂട്ട്സ് അരിഞ്ഞു കൊടുത്ത്, പിന്നെ ആച്ചിയാണിത് ഫ്രൂട്ട് സലാഡ് മിക്സ് ചെയ്തത്. അപ്പോൾ പിന്നെ ആച്ചി ഉണ്ടാക്കിയതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ട്ടോ. ഞാന് സ്നാക്സൊക്കെ പൊരിക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞപ്പോൾ ഓനെല്ലാം ഉണ്ടാക്കി വെച്ച് തന്നതാണ്. അതുപോലെ തന്നെ ജ്യൂസും എല്ലാം അസ്ലങ്കാണ് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് കാണിച്ച റെസിപ്പികളൊക്കെ. അപ്പോൾ നോമ്പൊക്കെ കഴിയാനായി. അപ്പം ലാസ്റ്റത്തെ 10 തുടങ്ങി. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തട്ടോ. പ്രത്യേകമായിട്ട് ദുആയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളാണ് ഇനി വരുന്നതൊക്കെ. അപ്പോൾ ദാ പിന്നെ നമ്മളും എല്ലാ ദുആയിലും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ട്ടോ. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് സലാഡും ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. ഇതിൻ്റെ റെസിപ്പി ട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്കൊക്കെ വളരെ കുറവാണ് ട്ടോ. കണ്ടു പോകാന്നല്ലാണ്ട് ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും മടി. നോമ്പല്ലേ എന്തിനാ പിശുക്കണത്? അത് ലൈക്ക് അങ്ങ് ചെയ്തോ. ഒരു കുഴപ്പം വരില്ല ട്ടോ. സന്തോഷമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.